പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ്. ശ്രീ PV അൻവർ MLA ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. RSS അവരുടെ അജണ്ടകൾ വളരെ സൈലൻ്റായി മറ്റുള്ള സ്റ്റേറ്റുകളിൽ നടത്തിയതുപോലെ കേരളത്തിലും അവർ അധികാരം പിടിക്കുന്നതിന് വേണ്ടി സകലവിധ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിന് പോലീസിൽ പോലും അവരുടെ ഇടപെടലുകൾ വളരെ ശക്തമാണ് എന്നത് വലിയ ഒരു വസ്തുതയാണ്. CPI ദേശീയ നേതാവ് ആനി രാജ, CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ വരെ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞ ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി മനുഷ്യർ കേരളത്തിലെ സമൂഹത്തിൽ വർഗീയപരമായ വിഭജനം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആയിരുന്നാലും എല്ലാ മതവിഭാഗപ്പെട്ട ആളുകളും വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വളരെ വലിയൊരു വസ്തുതയാണ്. പോലീസിൻ്റെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം പോലീസിലെ ചെറിയൊരു വിഭാഗമാണ് കേട്ടോ. അൻവർ സാഹിബ് പറഞ്ഞതുപോലെ വളരെ മോശമായ രീതിയിലുള്ള ഒരു സമീപനം ന്യൂനപക്ഷങ്ങളോട് ഒരു വിഭാഗം പോലീസുകാർ സ്വീകരിച്ചു പോരുന്നുണ്ട്. അത് സമൂഹത്തിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ് അൻവർ MLA വാചാലനാവുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നിലമ്പൂർ ചന്തക്കുന്നിൽ അവതരിപ്പിച്ച പ്രസംഗം അതിഗംഭീരമായ ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻ ഇൻ്റർവ്യൂകളിൽ ഞാൻ പലപ്പോഴും അദ്ദേഹം അനാവശ്യമായ കാര്യങ്ങൾ പോലും സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നു, വേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. എങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നിലമ്പൂരിൽ നടത്തിയ പ്രസംഗം അതിഗംഭീരമായിരുന്നു. ഓരോ കാര്യങ്ങളും വളരെ വിശദമായി അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എല്ലാം വളരെ ക്ലിയറായി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി മത ഐക്യത്തിനു വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നതായി കണ്ടു. വളരെ വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ. CPIM-ന് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വളരെ വലിയ ഒരു പരാജയമാണ് കേരളത്തിൽ നേരിട്ടത്. അതിൽ വടകരയിലെ പരാജയം PV അൻവർ എടുത്തു പറയുന്നതായി കണ്ടു. കാരണം വളരെ മികച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു വടകരയിൽ മത്സരിച്ചത്. എന്നിട്ട് പോലും 1.25 ലക്ഷത്തോളം വോട്ടുകൾക്ക് അവർ പരാജയപ്പെടുകയുണ്ടായി. ഇതിനുള്ള പ്രധാന കാരണം ന്യൂനപക്ഷങ്ങളുമായി CPIM അകന്നു എന്നതിൻ്റെ തെളിവാണ്. ഇത്തരം കാര്യങ്ങളിൽ അവർ കൂടുതൽ ജാഗരൂകരായില്ലെങ്കിൽ ഭാവിയിൽ ഇത് CPIM എന്ന പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അൻവർ MLA-യുടെ ഒറ്റയാൾ പോരാട്ടം ഇന്ന് വളരെ വലിയ ഒരു രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഉള്ള കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ്. CPIM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തോട്, പ്രത്യേകിച്ച് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും ആണ് അദ്ദേഹം നേരിടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ഒരു ധൈര്യശാലിയാണ് PV അൻവർ. വരാൻ പോകുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഗുഡ് ബൈ. താങ്ക് യു.